إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ ശക്തമായ പോരാട്ടം ശത്രുക്കൾക്കെതിരെ നടക്കുന്നു. ആ പോരാട്ട ഭൂമിയിൽ മുൻനിരയിൽ നിന്ന് സധൈര്യം പോരാടുന്ന ഒരാളെ നോക്കി സ്വഹാബിമാർ നബിയോട് പറഞ്ഞു, മാ അജ്സഅ മിന്നൽ യൗമ അഹദുൻ കമാ അജ്സഅ ഫുലാൻ. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ വീരത്വവും ശൂരത്വവും കാണിക്കുന്നത് പോലെ, പോരാടുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പോരാടി പ്രതിഫലം നേടുന്നത് ഞങ്ങൾ കാണുന്നില്ല നബിയേ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൻ നാർ. ആ മനുഷ്യൻ നരകത്തിൽ പോകേണ്ട ആളാണ്, അയാൾക്ക് നരകമാണുള്ളത്. ഇത് കേട്ടപ്പോ ഒരു സ്വഹാബിക്ക് അത്ഭുതമായി. കാരണം ഇസ്ലാമികമായ യുദ്ധമാണ്, ശക്തമായ ആ മനുഷ്യൻ പോരാടുകയാണ്. ഹദീസിൽ ഈ സംഭവം വിവരിക്കുമ്പോൾ കാണാം, ഫഖാല റജുലുൻ മിനൽ ഖൗം. അവിടെയുള്ള ആ സമൂഹത്തിൽപ്പെട്ട ഒരാള് നബിയോട് പറഞ്ഞു, അന സ്വാഹിബുഹു, ഞാൻ അദ്ദേഹവുമായി ബന്ധമുള്ള, സുഹൃത്ത് ബന്ധമുള്ള ഒരാളാണ് എന്ന് പറയുകയും, ഫഖറജ മഅഹു കുല്ലമാ വഖഫ വഖഫ മഅഹു വഇദാ അസ്റഅ അസ്റഅ മഅഹു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടി. എന്താണ് നബി ഇയാളെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം നിൽക്കുന്നിടത്ത് അദ്ദേഹം അറിയാതെ പിന്നിൽ നിൽക്കും. അദ്ദേഹം വേഗത്തിൽ പോകുമ്പം അദ്ദേഹത്തിന്റെ പുറകെ വേഗത്തിൽ സഞ്ചരിക്കും. അങ്ങനെ ഫജുരിഹ റജുലു
ജുർഹൻ ഷദീദ. ഈ മനുഷ്യൻ യുദ്ധം ചെയ്തിട്ട് ശത്രുവിന്റെ ശക്തമായ വെട്ട് അദ്ദേഹത്തിന് ഏറ്റു, നല്ല മുറിവ് പറ്റി. അങ്ങനെ അദ്ദേഹം ചെയ്ത് ഒഴിഞ്ഞുപോയി, ആളുകൾ കാണാതെ ഒഴിഞ്ഞുപോയി. ഫസ്തഅജലൽ മൗത്ത്, അദ്ദേഹം സ്വയം മരണം വരിക്കാൻ വേണ്ടി ധൃതി കൂട്ടി. അങ്ങനെ ഇദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് വാള് നിലത്ത് കുത്തിവെച്ചിട്ട് അതിലേക്ക് നെഞ്ചിന്റെ ഭാഗം വാളിന്റെ തലപ്പത്തേക്ക് കുത്തിയിറക്കി അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ സംഭവം നടന്ന ശേഷം ഫജാഅ റജുലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബീന്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വരികയാണ്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അള്ളാന്റെ ദൂതൻ തന്നെയാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഖാല മാദാ ദാക്, എന്താ സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം കാര്യം വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയിൽ ചില ആളുകൾ സ്വർഗവാസികളുടെ പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ കാണും. അങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് അദ്ദേഹം സ്വർഗത്തിന്റെ ആളാണെന്ന് തോന്നിയാലും വഹുവ മിൻ അഹ്ലിൻ നാർ, അദ്ദേഹം നരകത്തിന്റെ ആളാകും. എല്ലാവരും അല്ല, ചില ആളുകളെ പറ്റി പറയാണ്. അവർ സ്വർഗത്തിന്റെ ആളാകും എന്ന് അവരുടെ പ്രവർത്തികൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയാലും അവർ നരകത്തിന്റെ ആളുകളായി ചിലപ്പോൾ മാറിയേക്കും. എന്നാൽ വ ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൻ നാരി ഫീമാ യബ്ദു ലിന്നാസി വഹുവ മിൻ അഹ്ലിൽ ജന്ന, ചില ആളുകൾ നിങ്ങൾ നോക്കുമ്പോ അയാൾ നരകത്തിൽ പോകുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും അയാളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ. പക്ഷേ ആ ആൾ ചിലപ്പോൾ സ്വർഗത്തിലുമായിരിക്കും. മുസ്ലിം ആ സമയത്ത് ഈ സ്വഹാബിയോട് പറഞ്ഞ വാക്കാണ്. അപ്പോ നമ്മുടെ രഹസ്യ ജീവിതം, ആളുകൾ നമ്മളെ കാണുമ്പോ ആളുകൾ വിലമതിക്കും, ആളുകൾ പുകഴ്ത്തും, ഇത്രയും നല്ല മനുഷ്യനില്ല എന്ന് പറയും, അയാൾ ചെയ്യുന്ന സ്വതക്ക എത്ര വലുതാണെന്ന് പറയും, അങ്ങനെ പലതും പറയും. പക്ഷേ നമ്മുടെ രഹസ്യ നിമിഷങ്ങൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്നും അതെത്രമാത്രം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പര്യവസാനം നന്നാകേണ്ടതിന്റെ ഖാത്തിമ എന്ന് പറയും, ഹുസ്നുൽ ഖാത്തിമ, സൂഉൽ ഖാത്തിമ എന്ന് പറയും. ആഖിബത്ത്, നമ്മുടെ പര്യവസാനം നന്നാകേണ്ടതിന്റെ ആ പ്രാധാന്യം എത്ര വലുതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം, നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നത്യവും അഹങ്കാരവും ആഗ്രഹിക്കാത്ത, കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ഗേഹമാണത്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം റബ്ബ് നൽകുക. അപ്പൊ തഖ്വ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന്റെ അവസാന നിമിഷങ്ങൾ ഈമാനുള്ളതാകൂ എന്ന് ആയത്ത് പഠിപ്പിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഭവം കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ. ആ സ്വഹാബിയുടെ പേര് ഉസൈരിം എന്നാണ്. ഉസൈരിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അംർ ബിൻ സാബിത്ത് എന്നായിരുന്നു. അദ്ദേഹം ബനു അബ്ദുൽ അഷ്ഹൽ എന്ന ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. അറിയപ്പെട്ട ഒരു ഗോത്രം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് അദ്ദേഹത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. നബി ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിയിട്ട് പറയാൻ, ഹദ്ദിസൂനി അൻ റജുലിൻ ദഖലൽ ജന്ന ലം യുസല്ലി ഖത്തു, ഒരു വഖ്ത് പോലും നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അതാരാണെന്ന് ഒന്ന് നിങ്ങൾക്ക് എന്നെ ഊഹിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ?
അയാൾ ഒരു വഖ്ത് പോലും നിസ്കരിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം സ്വർഗത്തിലാണ്. فإذا لم يعرفه الناس سألوا من هو يا رسول الله. നബിയെ, ഞങ്ങൾക്കറിയില്ല ആരാണ് അത് എന്ന്, അതുകൊണ്ട് ഞങ്ങളോടൊന്ന് പറഞ്ഞതാ മനുഷ്യനെ പറ്റി. റസൂലുള്ളാഹി പറയാൻ, ഹുവ ഉസൈരിം ബനു അബ്ദുൽ അശ്ഹൽ. ബനു അബ്ദുൽ അശ്ഹൽ ഗോത്രത്തിൽപ്പെട്ട ഉസൈരിം എന്ന സ്വഹാബിയാണത്, മനുഷ്യനാണത്. എങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചെന്നറിയോ? അസ്ലമ യൗമ ഉഹുദിൻ. ഉഹുദ് യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചത്. ഉടനെ ഫഖാത്തൽ, പോയി യുദ്ധം ചെയ്തു. ഹത്താ ഖുതിൽ ഫദഖലൽ ജന്ന. ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി, അദ്ദേഹം സ്വർഗത്തിന് അർഹനായി മാറുകയും ചെയ്തു. എന്നിട്ട് ആ മനുഷ്യനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമില ഖലീലൻ വ ഉജ്റ കസീറൻ. വളരെ കുറച്ച് അമൽ ചെയ്തു, പക്ഷെ വലിയ പ്രതിഫലം നേടിയെടുത്തുകൊണ്ട് ഉസൈരിം പരലോകത്തേക്ക് യാത്രയായി എന്ന്. ജീവിതകാലം മുഴുവൻ കാഫിറായി ജീവിച്ചു, അവസാന നിമിഷം ഇസ്ലാം സ്വീകരിച്ചു. പലരും, പല സഹാബികളും പല വിധേന അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു നോക്കിയിട്ടൊന്നും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഹിദായത്തിന്റെ വെളിച്ചം റബ്ബ മനുഷ്യന്റെ മനസ്സിന് പകർന്നു നൽകി. അങ്ങനെ ഉടനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഉഹദിന്റെ ഭൂമിയിലേക്ക് പോയി ധീരമായി അദ്ദേഹം പോരാടി. ഗുരുതരമായ യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആളുകൾ വന്ന് ചോദിക്കുകയാണ്, നിന്റെ ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ നീ ഉഹദിൽ പോരാടിയത്, അതോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണോ എന്ന്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ആ മരണവെപ്രാളത്തിൽ അള്ളയിലും റസൂലിലും വിശ്വസിച്ച് മുസ്ലിമായിട്ടാണ് ഞാൻ പോരാടിയത് എന്ന്. അദ്ദേഹം ഷഹീദായി. ഇഖ്ലാസുള്ള ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഒരു വഖ്ത് പോലും നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിന് അർഹനായി മാറുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ അന്ത്യനിമിഷങ്ങൾ അതിപ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഖുതുബയുടെ ആരംഭത്തിലും ഓതുന്ന ഒരായത്ത് നമുക്കൊക്കെ മനഃപ്പാഠമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുസ്ലിമായി മടങ്ങാൻ നിങ്ങൾ ഒരുങ്ങണേ എന്ന് പറയുന്നുണ്ട്. ആ അന്ത്യസമയം എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ആഖിബത്ത് നന്നാവണമെന്നുള്ള ജാഗ്രത നമുക്കുണ്ടാവണം. അല്ലാഹു ഹുസ്നുൽ ഖാത്തിമ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പലപ്പോഴും കരയാറുണ്ടായിരുന്നു. ഇത് കണ്ടൊരിക്കൽ വീട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അഹിൽ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ സുഫിയാനെ, അത്തബ്കി ദുനൂബ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളെ ഓർത്താണോ നീ കരയുന്നത്? സുഫിയാൻ ഫഖാല അദ്ദുനൂബു അഹ്വനു അലൈഹി മിൻ ഹാദിഹി. ഞാൻ ആലോചിച്ച് കരയുന്ന വിഷയം അത് പാപങ്ങളല്ല. പാപങ്ങൾ ഞാൻ കരയുന്ന വിഷയം ഓർത്തു നോക്കിയാൽ എത്രയോ നിസാരമാണ്. ഒരു തെറ്റ് വന്നാൽ എനിക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമുണ്ട്. ഞാൻ ഏറ്റവും പേടിക്കുന്നത് ഇന്നമാ അഖാഫു സൂഅൽ ഖാത്തിമ, എന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം മോശമാകുമോ, സൂഉൽ ഖാത്തിമയാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു മടക്കത്തിന് അവസരമില്ല. എന്നിട്ട് സുഫിയാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 217-ാമത്തെ ആയത്ത് തന്റെ കുടുംബത്തിന് ഓതി കേൾപ്പിക്കുകയാണ്. وَمَن يَرْتَدِدْ مِنكُمْ عَنْ دِينِهِ فَيَمُتْ وَهُوَ كَافِرٌ فَأُولَئِكَ حَبِطَتْ أَعْمَالُهُمْ فِي الدُّنْيَا وَالْآخِرَةِ
فأولئك أصحاب النار هم فيها خالدون. ഒരു മനുഷ്യൻ മുസ്ലിമായി ദീനിയായി ജീവിച്ചിട്ട് അവന്റെ അവസാന സമയത്ത് എന്തുകൊണ്ടോ അവൻ ആ ദീനിൽ നിന്ന് പിന്നോട്ട് പോയി, അവൻ പുറത്ത് തെറിച്ചുപോയി, അങ്ങനെ അവന്റെ അവസാന നിമിഷം കാഫിറായിട്ട് മരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാ അമലുകളും ബാത്തിലാണ്. അവൻ ജീവിതകാലം മുഴുവൻ ചെയ്ത നമസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും ഹജ്ജും സർവമാന അമലുകളും അവസാനത്തെ ഒരു നിമിഷം മോശമായതിന്റെ പേരിൽ നഷ്ടപ്പെടുകയാണ്. അള്ളാഹു പറയുന്നു അവർ നരകത്തിന്റെ ആളുകളാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അല്ലാഹുവേ എന്റെ പര്യവസാനത്തെ ഏറ്റവും നല്ലതാക്കി തരേണമേ. ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളിലും. അജ്ർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ, അല്ലാഹുവേ ദുനിയാവിന്റെ അതേപോലെ ആഖിറത്തിന്റെ നിന്ദ്യതയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ആഖിബത്ത് നന്നാകാൻ വേണ്ടി നബി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വേണം, ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. നമ്മളൊക്കെ ജനിക്കും മുമ്പ് അള്ളാഹു നമ്മുടെ ടൈം സെക്കൻഡ് പോലും തെറ്റാതെ അത് പിടിക്കാൻ മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി പിടിക്കും, അറിയില്ല സമയം. അപ്പൊ ആഖിബത്ത് നന്നാവണമെങ്കിൽ ജീവിതം നന്നാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, എന്റെ പ്രവാചകൻ, എന്റെ പ്രിയതമൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അത് എപ്പോഴെങ്കിലുമല്ല, നബി എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൂഉൽ ഖാത്തിമയുണ്ട്, ഹുസ്നുൽ ഖാത്തിമയുണ്ട്. മോശമായ പര്യവസാനവും നല്ല പര്യവസാനവും. അന്ത്യനിമിഷം ഏറ്റവും നന്നാവുക എന്നത് അതിപ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ആഖിബത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്താനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അവസാന നിമിഷം ഈമാനുള്ളതല്ല എങ്കിൽ തിരിച്ചൊരു വരവിനോ മടക്കത്തിനോ അവസരമില്ല. അതുകൊണ്ട് നല്ല ആഖിബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. തഖ്വയുള്ള ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകൾ വരുമ്പോൾ നാവുകൊണ്ടും മറ്റ് ശരീരം കൊണ്ടുമൊക്കെയുള്ള തെറ്റുകൾ വരുമ്പോൾ തിരുത്താനുള്ള നല്ലൊരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വീഴ്ചകളെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ റബ്ബിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഫാഹിലുള്ള ഒരു പ്രധാനപ്പെട്ട സഹോദരന്റെ ഉപ്പ വീണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. സ്നേഹമലിന്റെ ഉപ്പ ആദർശ പ്രബോധന മേഖലയിലെല്ലാം വളരെ സജീവമായി നാട്ടിലുള്ള ഒരു സഹോദരൻ കൂടിയാണ്. അള്ളാഹു ആ ഉപ്പാക്ക് എത്രയും വേഗം പൂർണ്ണമായ ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായി കഴിയുന്നവർക്കെല്ലാം, നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു എത്രയും വേഗം പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിൽ നമുക്കെല്ലാം നാളെ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.